പ്രശ്നക്കാരാണ്, എല്ലാവർക്കും ഇങ്ങനെ കിട്ടുന്നുള്ള പോലെ ഒരു ചിന്ത, അതൊക്കെ തെറ്റാണ്. ശരിക്കും പറഞ്ഞാൽ അവർക്ക് അവരുടേതായ മാന്യതയും കാര്യങ്ങളുണ്ട്, അവർക്ക് അവരുടേതായ പ്രൊഫഷനുണ്ട്, അവരുടേതായ വരുമാനമുണ്ട്, കാര്യങ്ങളുണ്ട്. അല്ലാതെ ഈ വക പരിപാടിയായിട്ട് നടക്കാന്നൊരു എപ്പോഴെങ്കിലും ആരെങ്കിലും എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവും. പക്ഷെ എൻ്റെ അറിവില് ഈ പറയുന്ന പോലെയുള്ള ഒരു ചിന്തയല്ല. തെറ്റിദ്ധാരണകൾ പലതും ഉണ്ടാവും. അങ്ങനെയൊക്കെയാണ്. ഈ പറഞ്ഞ പോലെ കുന്തി ദേവിയാവും ഉദ്ദേശിച്ചത്. ഞാൻ കുന്തി ദേവിയെ വർണ്ണിച്ച് കുന്തി ദേവിയെ കുറിച്ച് മനസ്സിലാക്കിയപ്പോ അവരോട് ചില സാദൃശ്യമുണ്ട്, കഥയും കാര്യങ്ങളും വ്യക്തിത്വമൊക്കെ ആയിട്ട് ഞാൻ വർണ്ണിച്ചു. പിന്നെ എന്താ പറയാ, ഈ വാക്കുകൾ കണ്ടുപിടിച്ചത് ഞാനല്ലല്ലോ, അക്ഷരങ്ങളൊന്നും. നമ്മൾ പഠിക്കുമ്പോൾ നിങ്ങളൊക്കെ അല്ലേ വാക്യത്തിൽ പ്രയോഗിക്കുക, അങ്ങനെ എഴുതുക, അങ്ങനെ പിരിച്ചെഴുതുക, കൂട്ടി എഴുതുക, ഇതൊക്കെ നമ്മളെ പഠിപ്പിച്ചതാണ്. അപ്പൊ ഇതില് മോശമായി തമാശ പോലെ എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. കുന്തി ദേവി എന്ന് പറഞ്ഞ ഒരു ഉണ്ടല്ലോ, അങ്ങനെ ഉണ്ടല്ലോ, ശരിക്കും അങ്ങനെ എടുക്കാം, ഇങ്ങനെ എടുക്കാം. അപ്പോൾ ഓപ്ഷൻ ഉണ്ട്. ഞാൻ എൻ്റെ സ്റ്റാർ ജെമിനിയാണ്. ജെമിനി എന്ന് പറയുമ്പോൾ ഡ്യുവൽ ക്യാരക്ടറാണ്. ഇന്നത്തെ മൂഡല്ല നാളത്തെ മൂഡ്, ഡിഫറെന്റ് റോളിൽ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ രണ്ട് ഓപ്ഷൻ ഉണ്ട് ഇതിൽ. എങ്ങനെ എടുക്കാം, അങ്ങനെ എടുക്കാം, എങ്ങനെ വേണേ എടുക്കാം. ചിരിക്കാൻ താല്പര്യമുള്ളവർ, കൂളാവുന്നവർ, ലൈഫ് എൻജോയ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ, എന്റർടൈൻമെന്റ് ആഗ്രഹിക്കുന്നവർക്കൊക്കെ അങ്ങനെ എടുക്കാം. സീരിയസ് ആയിട്ടുള്ളവർക്കൊക്കെ മറ്റേ അർത്ഥത്തിൽ എടുക്കാം. എന്നെ ചീത്ത പറയാം, ഒരുപാട് പേര് അപ്രിഷിയേറ്റ് ചെയ്യുന്ന, എൻജോയ് ചെയ്യുന്ന എൻ്റെ വീഡിയോ എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാർ. ഇപ്പം ഇന്നലെ ഒരു വീഡിയോ ഇട്ടത് ഇന്ന് 30 ലക്ഷത്തോളമായി. ഒക്കെ പോസിറ്റീവാണ്. ഒരു 10 പേര് അവിടെ നെഗറ്റീവ് ഇട്ടിട്ടുണ്ട്. അത് അവര് ഫേമസ് ആവാനാവാം, അല്ലെങ്കിൽ അവര് പുണ്യാളന്മാരായതുകൊണ്ടാവാം, പല ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ അപ്പനുണ്ടായതല്ലേ, എനിക്കറിയുന്നതല്ലേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ഒരു കാര്യം പറയുമ്പോൾ രണ്ട് ഓപ്ഷൻ ഉണ്ട്. കുറെ പേര് ഇങ്ങനെ എടുക്കും, കുറെ പേര് അങ്ങനെ എടുക്കും എന്നുള്ളത് നമുക്കറിയാം. എന്നോർത്തിട്ട് ഇപ്പൊ നമ്മള് സിനിമ വരുമ്പോൾ കണ്ടിട്ടില്ലേ, തമാശ പടങ്ങളുണ്ട്. ഏതെന്നാളൊരു സിനിമയില് ഭയങ്കര തെറി പറയുന്നത് ചുരുളി. അപ്പോ തമാശ പടമുണ്ട്, സീരിയസ് പടമുണ്ട്. അത് ഓരോരുത്തരുടെ ചോയ്സാ. ഏത് തിയേറ്ററിൽ ഏത് സിനിമ കാണണം എന്നുള്ള അവരുടെ ചോയ്സാ. ഇവിടെ വലിയ ചോയ്സാണ്. ടിക്കറ്റ് എടുക്കാണ്ട് ഇടയ്ക്കിടയ്ക്ക് ഷോർട്ട് ഫിലിം കാണാം, ചിരിക്കാം, സന്തോഷിക്കാം. അങ്ങനെയുള്ളവർക്ക് വെൽക്കം. അതാണ് മാർക്കറ്റിങ്ങിന് വേണ്ടി മാത്രമായിട്ടല്ല, മാർക്കറ്റിംഗ് കൂടെ അതിൽ സംഭവിക്കുന്നു എന്നുള്ളത് ഒരു ഗുണകരമായ കാര്യമാണ്. എനിക്ക് ഇപ്പൊ ഇതിൽ വരുന്നതിന് മുമ്പ് ബോബി ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സും ഈ ഗ്രൂപ്പ് 162 വർഷത്തെ പാരമ്പര്യമുള്ള ഗ്രൂപ്പാണ്. ഞാൻ 4ാം തലമുറക്കാരനാണ്. കേരളത്തിൽ എല്ലാവർക്കും ഈ ബ്രാൻഡ് അറിയാം. മാത്രമല്ല 30 വർഷം മുമ്പ് കേരളത്തിൽ ആദ്യമായിട്ട് സൽമാൻ ഖാൻ ഹെലികോപ്റ്റർ തുടങ്ങി, മമ്മൂക്ക, ലാലേട്ടൻ, എല്ലാ നടിമാരൊക്കെ ഫസ്റ്റ് ഉദ്ഘാടനം ചെയ്ത എൻ്റെ കടയാണ്. അപ്പൊ അന്നേ തൊട്ടിട്ട് എന്നെ അറിയാം. ഈ സെലിബ്രിറ്റീസ് ഒക്കെ ആയിട്ടുള്ള കോർഡിനേഷനൊക്കെ ഉള്ളതാണ്. അപ്പോൾ സോഷ്യൽ മീഡിയ ചെയ്തിട്ട് മാത്രം ഇന്നലെ ഞാൻ പൊട്ടി മുളച്ചുണ്ടായതല്ല ഈ ബ്രാൻഡും ഞാനും. പക്ഷെ ഇതുകൊണ്ട് സെയിൽസിനും മാർക്കറ്റിങ്ങിനും ഗുണമുണ്ട്. എനിക്കൊരു തമാശ, എനിക്കൊരു ടൈം പാസ്സാ. ഞാൻ തന്നെ നോക്കി ഞാൻ തന്നെ ചിരിക്കും, അതുപോലെ മറ്റുള്ളവരും ചിരിക്കും. എന്നെ കൊണ്ട് എന്തെങ്കിലും ഒരു ഉപകാരം മറ്റുള്ളവർക്ക് ഉണ്ടാവുന്നതുകൊണ്ട് എന്താ കുഴപ്പം അല്ലേ? ഞാൻ ചിരിക്കുന്നു, മറ്റുള്ളവർ ചിരിക്കട്ടെ. നമുക്ക് ചിരിച്ചു മരിക്കാം. എല്ലാ ദിവസവും കരഞ്ഞ് പേടിച്ച് മരിക്കേണ്ട കാര്യമില്ലല്ലോ. ദാറ്റ്സ് ഓൾ ലൈഫ്. ടേക്ക് ഇറ്റ് ഈസി. ഒരു 10% ആൾക്കാർ എന്ത് നല്ലത് ചെയ്താലും, അബ്ദുൾ റഹീമിനെ രക്ഷിക്കാൻ വേണ്ടി ഒരു ഭിക്ഷക്കാരനായിട്ട് പെട്ടിയെടുത്ത് ഇറങ്ങി. അപ്പൊ അതിനും കുറച്ച് പേര് അയാള് രക്ഷപ്പെട്ടു, അയാള് രക്ഷപ്പെടണം, അതിന് മലയാളികളൊക്കെ സഹകരിച്ചു. ഞാൻ ആദ്യം ഇറങ്ങി. അപ്പോഴും അവിടെ ഒരു വിഭാഗം ആൾക്കാർ അതിനെതിരാണ്. ഒരാളെ രക്ഷിച്ചതാണ്. അപ്പൊ എന്താ പറയാ, പിന്നെ നിവൃത്തിയില്ല. യേശുക്രിസ്തുവിനും പോലും, അല്ലെങ്കിൽ മദർ തെരേസ, മറ്റുള്ള അങ്ങനെയുള്ളവർക്ക് പോലും ഫുൾ സപ്പോർട്ടില്ല. പിന്നെയാണോ ഒരു സാധാരണക്കാരനായ നമ്മളൊരു മനുഷ്യനെ കിട്ടാവുന്നതിന്റെ പരിമിതി. അപ്പൊ അതൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല 100%. പിന്നെ കുറെ പേരൊക്കെ ചിലപ്പോ തോന്നും എന്നേലും വലിയ മാർക്കറ്റിംഗ് ഗുരുക്കളാണെന്ന്. കുറച്ചു പേര് ഇതിനെതിരെ പറയും. അപ്പൊ അവരെ ശ്രദ്ധിക്കും. അപ്പൊ അവരെ ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടി പിടിച്ചേലും വലുതാണ് മാളത്തിൽ എന്ന് പറഞ്ഞ പോലെ ചിലപ്പോ
അത് ചിലപ്പോൾ ഒരു അതിബുദ്ധിയായിരിക്കും അവർ ചെയ്യുന്നുണ്ടാവുക. നല്ല റീച്ചുകളിൽ കയറി രണ്ട് തെറി പറയാം അല്ലെങ്കിൽ രണ്ട് ഡയലോഗ് അടിക്കുക, അത് പറയുമ്പോൾ അവരെ ശ്രദ്ധിക്കും എന്നതാണ്.